1984 മൂടൽമഞ്ഞുള്ള ഒരു രാത്രി മിനാസോട്ടയിലെ സെന്റ് പോളിലെ ഹൈഡ് പാർക്ക് ഗോൾഫ് കോഴ്സിന് സമീപം റോക്ക് സംഗീത പരിപാടിക്കായി പോവുകയായിരുന്ന 4 ടീനേജേഴ്സ്. അവർ സഞ്ചരിച്ചിരുന്ന വണ്ടി പെട്ടെന്നൊരു വളവിലിടിച്ച് റോഡിൽ നിന്ന് തെന്നിമാറി ഒരു മരക്കൂട്ടത്തിൽ പോയി ഇടിച്ചു. ആ അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 18 വയസ്സുള്ള 2 ആൺകുട്ടികളും സാഹസികമായി പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. എന്നാൽ കാറിലുണ്ടായിരുന്ന 16 വയസ്സുള്ള ജോൺ ബോൾവെയർ എന്ന ആൺകുട്ടി സംഭവ സ്ഥലത്ത് തന്നെ മരണമടഞ്ഞു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനായ ബ്രയാൻ കോയിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ മൈക്കും ചേർന്ന് ഡാഷ്ബോർഡിനുള്ളിൽ കിടക്കുകയായിരുന്ന ആ ആൺകുട്ടിയുടെ ശരീരം പുറത്തെടുത്തു. ഡോക്ടറിന്റെ സഹായത്തോടെ മരണം സ്ഥിരീകരിച്ചു. തുടർന്ന് ഒരു സംഭവ സ്ഥലത്തെ ഫോട്ടോ എടുത്തു. അതിനുശേഷം ഫോട്ടോ ഡെവലപ്പ് ചെയ്യാനായി ഡിപ്പാർട്ട്മെന്റ് ക്യാമറ ഫിലിം പ്രോപ്പർട്ടി റൂമിലേക്ക് മാറ്റി. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഫോട്ടോകൾ ഡെവലപ്പ് ചെയ്ത ഉദ്യോഗസ്ഥൻ കോയിലിനെ അത്യാവശ്യമായി കാണണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെ എത്തിയ കോയിലിനെ ഉദ്യോഗസ്ഥൻ ഫോട്ടോകൾ കാണിച്ചു കൊടുത്തു. ഫോട്ടോകളിൽ വിചിത്രമായ മഞ്ഞയും ചുമപ്പും ലൈറ്റുകൾ പാഞ്ഞു പോകുന്നതായി കാണപ്പെട്ടു. കൂടാതെ മുൻവശത്തെ ഡോറിന് മുകളിലായി വേദനയോടെ നിലവിളിക്കുന്ന മരിച്ച ആൺകുട്ടിയുടെ മുഖസാദൃശ്യമുള്ള ഒരു അവ്യക്ത മുഖം കാണാമായിരുന്നു. കൂടാതെ കാറിനകത്തായി ഡ്രൈവറിന്റെ ഡോറിന്റെ ഭാഗത്തിരിക്കുന്ന ഒരു നായയുടെ അർത്ഥസുതാര്യമായ രൂപവും ഉണ്ടായിരുന്നു. അത് മരിച്ച ആൺകുട്ടിയുടെ മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട അവന്റെ വളർത്തുനായുടെ ആത്മാവായിരുന്നു. 1984 എടുത്ത ഈ ഫോട്ടോ മനുഷ്യ മനസ്സുകളിൽ വല്ലാത്തൊരു ഭയമുളവാക്കിയ ഫോട്ടോ തന്നെയായിരുന്നു.